ഫ്രണ്ട്സ്, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹാൻഡ് റെയിലാണ്. നമ്മളിതൊരു 3 സ്റ്റോറി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എവിടേക്കാണ് നമുക്ക് പോസ്റ്റുകൾ കൊടുക്കേണ്ടത്, ആ പോസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ മെയിൻ പോസ്റ്റുകൾ വെക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ 2 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പാണ് നമ്മൾ പോസ്റ്റുകളായിട്ട് യൂസ് ചെയ്യുന്നതും ടോപ്പ് റെയിൽ കൊടുക്കുന്നതും നമ്മൾ കൈ പിടിച്ച് പോകുന്ന റെയിൽ കൊടുക്കുന്നത്, അതുപോലെ പോസ്റ്റ് കൊടുക്കുന്നത് 2 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പിലാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോഴും ഈ റെയിലിങ്സ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെയറിൻ്റെ വിട്ടാണ്. നമ്മൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റെയറിൻ്റെ വിട്ട് എന്ന് പറയുന്നത് 120 സൈസാണ്. അപ്പോൾ ആ 120 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏരിയയിൽ വേണം നമ്മൾ ഈ ഹാൻഡ് റെയിൽ ഫിക്സ് ചെയ്യാനായിട്ട്. ആ ഹാൻഡ് റെയിലിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് 120 എന്നുള്ള സൈസ് അവിടെ കിട്ടിയിരിക്കണം ചുമരിൽ നോക്കുമ്പോൾ. നമ്മൾ ആ ഹോളടിച്ച ഭാഗങ്ങളിലൊക്കെ പോസ്റ്റുകളൊക്കെ ഫിക്സ് ചെയ്ത് ടോപ്പ് റെയിൽ വെച്ച് കഴിഞ്ഞു. ടോപ്പ് റെയിൽ ജസ്റ്റ് സ്പോട്ട് ചെയ്ത് വെച്ചേക്കാണ്, 4 സൈഡ് സ്പോട്ട് ചെയ്ത്. അതുപോലെ നമ്മൾ ഈ കറക്റ്റായിട്ട് മട്ടം വരണ 90 ഡിഗ്രിയിൽ ബെൻഡുകൾ വരുന്ന ഭാഗത്ത് സ്റ്റീൽ പൈപ്പ് നമുക്ക് 45 ഡിഗ്രിയിൽ 2 സൈഡും കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ആ ജോയിൻറ്റ് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ്റ് അടിക്കുമ്പോൾ ജസ്റ്റ് 4 സൈഡ് 4 കോർണറുകൾ സാധാരണ വെൽഡിംഗ് റാഡ് ഉപയോഗിച്ചിട്ട് സ്പോട്ട് ചെയ്ത് വെക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്ത് ഫില്ലിംഗ് വയറുകളുണ്ട്, ഫില്ലിംഗ് വയർ വെച്ചിട്ട് ഫുൾ ഗ്യാപ്പുകൾ അടച്ച് ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ അടിയിലത്തെ അതായത് ബോട്ടം റെയിൽ ഫിക്സ് ചെയ്യാണ്. അത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 2:1 പൈപ്പാണ്. ഇതാണ് നമ്മുടെ ഫില്ലിംഗ് വയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ സ്പോട്ട് അടിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ ബാക്കി ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യണത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്ററാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഫില്ലിംഗ് വയർ വെച്ച് ഗ്യാസ് വെൽഡ് ചെയ്യണതാണ് ഇപ്പോൾ കാണുന്നത്. അത് നേരത്തെ സ്പോട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളിൽ ബാക്കി ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഗ്യാപ്പുകളാണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് പോളിഷ് വീലുകളുണ്ട്, മാറ്റ് വീലുണ്ട്, കോട്ടൺ വീലുണ്ട്. ഇതെല്ലാം വെച്ച് ഇതിനെ പോളിഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് നല്ല സ്മൂത്തൻ ചെയ്തെടുക്കണം. ഇതാണ് പോളിഷിങ് വീല്. നമ്മൾ വെൽഡ് ചെയ്തിട്ടുള്ള ആ ലൈനുകളൊക്കെ അതൊക്കെ ആ ജോയിൻറ്റുകളൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് പോളിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല ഗ്ലേസിങ്ങിൽ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് ലഭിക്കും. അതുപോലെ നമ്മളിവിടെ എടുത്തിട്ടുള്ള സ്റ്റീലിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്രേഡ് 304 ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ അതിനും കുറഞ്ഞതുണ്ട്, 202 ഉണ്ട്. പിന്നെ 304 മുകളിലേക്കുള്ളതുണ്ട്, 316, അതുപോലെ 403 അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഗ്രേഡുകളൊക്കെ ഉണ്ട്. ഇതിൽ 202 എന്ന് പറയുന്നത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഉള്ള സ്റ്റീലാണ്. അത് കാരണം നമുക്കത് തീരെ എടുക്കാൻ പാടില്ല. ഇതുപോലെ ഹാൻഡ് റെയിൽ വർക്കുകൾക്ക് അതുപോലെ മേജറായിട്ടുള്ള വർക്കുകൾക്കൊന്നും നമുക്കത് എടുക്കാൻ പാടില്ല. ഈ 304 ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അതിൻ്റെ 10% നിക്കൽ കോട്ടിംഗ് ആണ് അടങ്ങിയിട്ടുള്ളത്. നിക്കൽ കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ ഒരു 20% അപ്രോക്സിമേറ്റ് 20% ക്രോമിയം കണ്ടൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് തുരുമ്പിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് അത് ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഫ്രെയിം ഓർഡർ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് വേണ്ട വെർട്ടിക്കൽ ബലിസ്റ്റേഴ്സാണ് വേണ്ടത് നമുക്ക്.
അപ്പോൾ അതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഗ്യാപ്പ് കറക്റ്റ് 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 20 mm ബലിസ്റ്റേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. അതവിടെ കട്ട് ചെയ്ത് വെച്ചത് കറക്റ്റായിട്ട് ഇപ്പോൾ അവിടെ വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട്. ഗ്യാപ്പുകൾ കറക്റ്റായിട്ട് ആ സ്പിരിറ്റ് ലെവലൊക്കെ വെച്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്പോട്ട് ചെയ്ത് നിർത്തുകയാണ്. അതിനുശേഷം പിന്നെ വീണ്ടും ടിൻ വെൽഡിങ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട മറ്റേ ഫില്ലിംഗ് വെയർ വെച്ചിട്ട് ഗ്യാസ് വെൽഡിങ് എന്താണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫില്ലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം ഗ്രൈൻഡ് ചെയ്ത് നല്ല പോളിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.